ആകാശത്തിന്റെ നിറം എന്താണ്? എനിക്ക് വെറും ഇരുട്ട് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി? ഞാൻ കുറച്ച് കാലമായിട്ട് മോൾക്ക് തീരെ കാഴ്ച ഒരു ബുദ്ധിമുട്ടുള്ള പോലെ പറയുന്നുണ്ട്. ഇപ്പം ലാസ്റ്റ് ഒരു 6 മാസമായിട്ട് തീരെ കാണാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. മാം ഒന്ന് നോക്കാവോ? ഞാനൊന്ന് പരിശോധിക്കട്ടെ. മോളെ കൊണ്ടുവന്നു. ഇത് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ശരി, ഡോക്ടർ ഒന്ന് നോക്കട്ടെ. ഇവിടെ വെക്കോ? നിങ്ങളുടെ മകൾക്ക് ജന്മനാ കോർണിയ ബാധിക്കുന്ന ഒരു അസുഖമുണ്ട്. കണ്ണിന്റെ മുന്നിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഭാഗത്തിനാണ് കോർണിയ എന്ന് പറയുന്നത്. വെളിച്ചം കണ്ണിന്റെ അകത്ത് കയറുന്നത് ക്ലിയർ ആയിട്ടുള്ള കോർണിയ കൂടെയാണ്. നിങ്ങളുടെ മകളുടെ കാര്യത്തില് 2 കണ്ണിന്റെ കോർണിയയിൽ കുറച്ച് ക്ലൗഡിനെസ് ഉണ്ട്. അത് കാരണമാണ് ഇത് കാഴ്ചയില്ലാതെ. അത് നമുക്ക് ഗ്ലാസ് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വഴി കണ്ണിൽ എന്തെങ്കിലും എത്തിക്കുമ്പോൾ നമുക്ക് ശരിയാക്കാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഗ്ലാസസ് വെച്ചാലും മരുന്ന് ഉപയോഗിച്ചാലും കുട്ടിക്ക് കാഴ്ച കിട്ടാനുള്ള സാധ്യത കുറവാണ്. അയ്യോ, അപ്പം ഇനി എന്താണ് നമുക്കൊരു ഓപ്ഷൻ ഉള്ളത്? ഒരു സൊല്യൂഷൻ ഉണ്ട്. കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന പ്രൊസീജിയർ ചെയ്ത് കുട്ടിക്ക് കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. തിരക്കിലാണോ? ഞാൻ വന്നത് എന്തിനാ വെച്ചാല് എന്റെ ഗ്രാൻഡ് മദർ വയ്യാണ്ട് എടുക്കാണ്. അപ്പോ ആൾക്ക് പുള്ളിക്കാരന്റെ കണ്ണ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോ അതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? എൻ്റെ ഒരു റിലേറ്റീവ് ഇങ്ങനെ കണ്ണ് ഡൊണേറ്റ് ചെയ്തായിരുന്നു. അവര് ഐ ബാങ്കിലാ പോയത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഐ ബാങ്കിൽ എക്സ്ക്യൂസ് മീ മാം. മാഡം, എൻ്റെ ഗ്രാൻഡ് മദറിന് കണ്ണ് ദാനം ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങളുടെ അമ്മൂമ്മ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. കണ്ണ് ദാനം ചെയ്യാനുള്ള ആഗ്രഹം നമ്മൾ കുടുംബങ്ങളെ അറിയിക്കണം. കാരണം മരണശേഷം കുടുംബം നിരസിച്ചാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കണ്ണ് ദാനം ചെയ്യണം, അത് രജിസ്റ്റർ ചെയ്യണം. ഇതാണ് രജിസ്ട്രേഷൻ ഫോം. ഓൺലൈൻ ചെയ്യാൻ പറ്റുമോ? യെസ്, ഞങ്ങളുടെ ഓൺലൈൻ വെബ്സൈറ്റ് വഴി ചെയ്യാം. മരണശേഷം ഉടനെ കുടുംബം ഐ ബാങ്കിനെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. കാരണം 6 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് കണ്ണ് ശേഖരിക്കണം. ഓക്കെ മാം, താങ്ക് യു. ഹായ് നീല. ഓ, ഹായ്. എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. ഈ അടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചപ്പോൾ കണ്ണ് ദാനം ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് കുറച്ച് സംശയങ്ങൾ. കണ്ണ് ദാനം ചെയ്യുമ്പോൾ കണ്ണ് മുഴുവനായിട്ട് എടുക്കുമോ? അത് ചെയ്തു കഴിഞ്ഞാൽ മുഖം വികൃതമാകുമോ? ഇല്ല, കണ്ണ് ദാനം ചെയ്യുന്ന പ്രൊസീജിയർ വളരെ കെയർഫുള്ളി ആണ് ഒരു ട്രെയിൻ ടീമാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഫുള്ളായിട്ട് കണ്ണെടുത്ത് കളയുന്നില്ല. കണ്ണിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഭാഗം, അത് കോർണിയ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളൂ. ആൻഡ് പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 കണ്ണിൻ്റെ കോണയും അടച്ചു വെക്കും. അത് കാരണം മുഖത്തിൽ ഒരു വ്യത്യാസം അറിയില്ല. കണ്ണ് ദാനം ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? പ്രായം ഒത്തിരി കൂടിയവർക്ക് ചെയ്യാൻ പറ്റും? കണ്ണിന് ഓപ്പറേഷൻ്റെ, തിമിരത്തിൻ്റെ ഓപ്പറേഷൻ, ലാസിക്കിൻ്റെ ഓപ്പറേഷൻ ഒക്കെ ചെയ്തവർ, കണ്ണട വയ്ക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ? അതെ, കണ്ണ് ദാനം ചെയ്യാൻ പറ്റുന്നത് ഏജ് ഒരു ലിമിറ്റേഷൻ അല്ല. അത് പ്രായം കൂടിയവർക്കും പ്രായം കുറഞ്ഞവർക്കും കണ്ണ് ദാനം ചെയ്യാം. ഏതെങ്കിലും ശസ്ത്രക്രിയ, അത് തിമിരമായാലും ലേസിക് ആയാലും അങ്ങനെ ഏതെങ്കിലും പ്രൊസീജിയർ ചെയ്തവർക്ക് പോലും കണ്ണ് ദാനം ചെയ്യുന്നതിൽ യാതൊരു തടസ്സമില്ല. കണ്ണ് ദാനം ചെയ്യുന്നത് അതൊരു വലിയ ശസ്ത്രക്രിയയാണോ? ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കൊണ്ടുപോയി ചെയ്യണം? കുറേ സമയം എടുക്കുമോ? ഇല്ല, കണ്ണ് ദാനം ചെയ്യുന്നത് ഒരു വളരെ ഷോർട്ട് പ്രൊസീജിയറാണ്. അതൊരു വിത്തിൻ ഹാഫ് ആൻ അവർ കഴിയുന്ന ഒരു പ്രൊസീജിയറാണ്. അതൊരു ട്രെയിൻ ടീം ചെയ്യുന്നത് കാരണം അത് വളരെ ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ റിലീജിയസ് ആചാരങ്ങൾക്ക് യാതൊരു രീതിയിലൊരു തടസ്സമുണ്ടാവില്ല. ഒരു ആള് കണ്ണ് ദാനം ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര പേർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും? ഒരാളുടെ 2 കണ്ണ് കൊണ്ട് 4 പേർക്കെങ്കിലും കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് പല തരത്തിലുള്ള പുതിയ കോർണിയൽ പ്രൊസീജിയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം 4 പേർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് കാരണം നേത്രദാനം ഒരു മഹാദാനമാണ്. അമ്മമ്മയുടെ കണ്ണുകൾ
മറ്റാരുടെ ജീവിതത്തിലായിരിക്കും വെളിച്ചം പകർന്നിട്ടുണ്ടാവുക? അമ്മേ, എനിക്കിപ്പോൾ ആകാശത്തിന്റെ നീല നിറം കാണാം, ചെടികൾ കാണാം, പൂക്കൾ കാണാം, കണ്ണാടിയിൽ എൻ്റെ മുഖം കാണാം. ഈ വർഷത്തെ ഐ ഡൊണേഷൻ ഫോർട്ട് നൈറ്റ്, അതായത് ദിസ് ടൈം ഇറ്റ് ഇസ് ദ 40th ഐ ഡൊണേഷൻ ഫോർട്ട് നൈറ്റ്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് എവ്രി ഡേ ഹീറോസ് എന്നുള്ളതാണ്. സോ സംതിങ് ലൈക്ക് എവ്രി ഡേ ഒരു ഐ ഡൊണേഷൻ കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഹീറോ ആകാം എന്നുള്ളതാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻ വീഡിയോയിൽ കാണിച്ചതുപോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞ്, പ്രായമായ ഒരാൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും അവരുടെ ആ കണ്ണുകൾ എന്ന് പറയുന്നത് ഒരു വളരെ കുട്ടിയായ ഒരാൾക്ക് അത് പുതിയ വിഷൻ നൽകുന്നു എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഒരു അവയവദാനം എന്ന് പറയുന്നത്, എല്ലാ അവയവവും പോലെ തന്നെ കണ്ണിൻ്റെ ദാനം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് വെരി നോബിൾ ആൻഡ് വി ഷുഡ് ഓൾ ഗോ ഫോർ ദാറ്റ്. സോ ലെറ്റ്സ് ഓൾ പ്ലെഡ്ജ് അവർ ഐസ് ആസ് എ നോബിൾ കോസ്. യാ, റൈറ്റ്. താങ്ക് യു.